ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് 7-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുക. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതി, ഈ ചൊവ്വാഴ്ച, ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിവസം. ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഒത്തിരിയേറെ പേര് ലൂർദിലുണ്ടായിരുന്ന ആ അമ്മയുടെ അപ്പാരിഷൻ അനേക ലക്ഷം മക്കളെ മാനസാന്തരപ്പെടുത്തിയ ഒരു അപ്പാരിഷനാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ലോക ജനതയെ വീണ്ടും വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അമ്മയുടെ ആ പ്രത്യക്ഷപ്പെടൽ സഭാചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ തന്നെ വെളിപ്പെടുത്തി. ദൈവം തന്ന കൃപകൾക്ക് നമുക്ക് നന്ദി പറയുന്ന ഒരു പ്രത്യേക ദിവസം കൂടിയാണിത്. അച്ഛൻ ഇന്നലെ രാത്രി സൂചിപ്പിച്ചതുപോലെ അച്ഛന്റെ സന്യാസ വ്രത വാഗ്ദാനത്തിന്റെ 25-ാം വർഷമാണ്. 25 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാകുകയാണ്.
സന്യാസ വ്രതമെടുക്കുന്നത് അത് പ്രിയപ്പെട്ടവരെ, അത് ശരീരത്തിലും മനസ്സിലും അത് ഉള്ളിൽ നിന്നുള്ള ഒരു സമർപ്പണമാണ്. പുറമേ നിന്ന് അകത്തേക്ക് പോകുന്നതല്ല നമ്മളെ അശുദ്ധരും വിശുദ്ധരമാക്കുന്നതെന്ന് ഈശോ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരാകണമെന്നില്ല. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരാകണമെന്നില്ല. നമ്മൾ നല്ല വീട്ടിൽ താമസിച്ചു എന്നുള്ളത് കൊണ്ടും നമ്മൾ വിശുദ്ധരാകണമെന്നില്ല. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നല്ലതാണ് എന്നതുകൊണ്ടും നമ്മൾ വിശുദ്ധരാകണമെന്നില്ല. നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നവരാകണം. അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന 3 പുണ്യങ്ങളാണ് സുവിശേഷ പുണ്യങ്ങളെന്ന് അറിയപ്പെടുന്ന ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും. ഈ 3 വ്രതങ്ങൾ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നതാണ്. ഈശോ എപ്രകാരമാണോ ഒരു ദരിദ്രനായി ജീവിച്ചത്, ഈശോ എപ്രകാരമാണോ ലാളിത്യം എന്ന പുണ്യം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചത്, അതുപോലെ ആ പുണ്യത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു, വിളിക്കുന്നു. അതുപോലെ ഈശോ എപ്രകാരമാണോ വിശുദ്ധിയിൽ ജീവിച്ചത്, ബ്രഹ്മചാരിയായി ജീവിച്ചത്, അതുപോലെ ജീവിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോ എപ്രകാരമാണോ പിതാവിനോട് താഴ്മയുള്ളവനായി അനുസരണയുള്ളവനായി ജീവിച്ചത്, അതുപോലെ ജീവിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ പുണ്യങ്ങൾ, ഈ സുവിശേഷ പുണ്യങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട നന്മകളാണ്. ഈ പുണ്യങ്ങൾ നമ്മെ സുവിശേഷമാക്കി മാറ്റും. ആരൊക്കെ സുവിശേഷ മൂല്യങ്ങളിൽ ജീവിക്കുന്നുവോ അവർ സുവിശേഷമായി മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ സന്യാസ ജീവിതം എന്ന് പറയുന്നത്, സന്യാസത്തിലേക്കുള്ള ദൈവവിളി എന്ന് പറയുന്നത് ഈ പുണ്യങ്ങൾ പുറപ്പെടുവിക്കാനുള്ള വിളിയാണ്. ഇതിനുള്ള വെല്ലുവിളികളാണ്. ഈശോ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള 13 പാപങ്ങളെ ഈശോ എണ്ണി എണ്ണി പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള 13 കാര്യങ്ങൾ. 1, ദുഷ്ചിന്ത. എന്താണ് ദുഷ്ചിന്ത? നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ദുഷ്ചിന്തകളാണ്. നമുക്കത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദുഷ്ചിന്തയെ നീ എങ്ങനെ നല്ല ചിന്തയാക്കി മാറ്റും? അപ്പോൾ ദുഷ്ചിന്തയ്ക്ക് മറുമരുന്ന് കർത്താവിന്റെ ചിന്തയാണ് ദുഷ്ചിന്ത. രണ്ടാമതായിട്ട് പറയാണ് പരസംഗം, പാപത്തോടുള്ള ദാഹം. പരസംഗം അൺഫെയ്ത്ത്ഫുൾനെസ് ആണ്. നിനക്ക് ജീവിത പങ്കാളി ഉണ്ടായിരിക്കെ നീ മറ്റൊരാളുമായിട്ട് ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന പരസംഗം, മോഷണം, അപരന്റെ പിടിച്ചുപറിക്കാനുള്ള പരിശ്രമങ്ങള്, കൊലപാതകങ്ങള്, അപരന്റെ ശരീരത്തെ കൊല്ലുന്നത് മാത്രമല്ല മനസ്സിനെ കൊല്ലുന്ന രീതിയിലുള്ള സംസാരങ്ങള്, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇവ 13 എണ്ണങ്ങള്. ഇതിനെല്ലാം ചെറുത്ത് നിൽക്കാൻ, ഇവയെ ഉള്ളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള 3 പുണ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പറഞ്ഞത്. ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും. നമുക്ക് നമ്മുടെ ഉള്ളു ശുദ്ധമാക്കാം. ഉള്ളിൽ സുവിശേഷ പുണ്യങ്ങൾ നിറഞ്ഞ മനുഷ്യരായി മാറുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇന്ന് അച്ഛനു വേണ്ടി ദിവസം ദിവ്യബലിയിലും മറ്റു സമയങ്ങളിലും എല്ലാം പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് അനുദവിക്കാൻ ഉള്ള മേഖലകളെ ഈശോ എണ്ണി എണ്ണി പറഞ്ഞു തരികയാണ്. 13 പാപങ്ങൾ. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ഈശോ പറയുന്നു, ഇവയെ പോലെയുള്ള മറ്റുള്ളതും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഉള്ളിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ നമ്മെ അശുദ്ധരാക്കി തീർത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ദുശ്ചിന്തകൾ നമ്മെ അശുദ്ധരാക്കിയിട്ടുണ്ട്. ദുർമോഹങ്ങൾ,
നമ്മെ അശുദ്ധരാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയയും ദുഷ്ടതയും അഹങ്കാരവും നമ്മെ അശുദ്ധരാക്കിയിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ അശുദ്ധിയുടെ കറകൾ കഴുകിക്കളയണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സമർപ്പണത്തിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കുറവുകൾ, അപജയങ്ങൾ, പരാജയങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എനിക്ക് വ്യക്തിപരമായ എന്റെ സന്യാസ സമർപ്പണത്തിൽ ഈ കഴിഞ്ഞ 25 വർഷങ്ങളിൽ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും എനിക്ക് മാപ്പ് നൽകണമേ. കൂടുതൽ വിശ്വസ്തയോടുകൂടെ അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ. ജ്ഞാനം നൽകണമേ, ബോധ്യം നൽകണമേ. പാപങ്ങളെ ഓർത്തനുദവിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിന് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. അവിടുത്തെ പ്രിയപ്പെട്ടവരായി അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ അവിടുന്ന് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നീ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞ് നമ്മെ തെരഞ്ഞെടുക്കുന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥകളിലേക്ക് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളല്ല തീരുമാനിച്ചത്, നമ്മളല്ല നിശ്ചയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് തീരുമാനിച്ചത്, കർത്താവാണ് തെരഞ്ഞെടുത്തത്, കർത്താവാണ് വിളിച്ചത്, കർത്താവാണ് ഉയർത്തിയത്, അഭിഷേകം ചെയ്തയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ. ലഭിച്ച വിശ്വാസത്തെ ഓർത്ത്, പ്രത്യാശയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് ദൈവമക്കൾ കണ്ണുനീരോട് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ഈ ആലയത്തിൽ സ്ഥാപിച്ചതിന്റെ 10ാമത്തെ വർഷമാണ് ഇന്ന്. അതിന്റെ ഒരു 10ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധിതനായ ഈശോയുടെ ആ സാന്നിധ്യം അനുഗ്രഹമായി മാറിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ 10 വർഷങ്ങളായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്തെ കുറിച്ചുള്ള നിരന്തരമായ ധ്യാനത്തിന്റെ 10 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം.
നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെയും ഭവനങ്ങളില്ലാത്തവരെയും ധരിക്കാൻ ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലും അനാഥബന്ധിരങ്ങളിലും അഗദ്യബന്ധിരങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭയാർത്ഥി ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ, മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കാം. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയിട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകത്തിന്റെ പെരുമഴ ദൈവമക്കളുടെ മേൽ ഇന്ന് വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ നാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ആശീർവാദം സ്വീകരിക്കാം. ഈശോ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്യുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, പ്രേക്ഷിതരായി ഞങ്ങളെ അയക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതി 2025 വർഷം ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ഈ ആലയത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ 10ാം വാർഷിക ദിനം കൂടെയാണ്. നമ്മൾ വരുന്ന വ്യാഴാഴ്ച 13-ാം തീയതി ആയിരിക്കും ആ വാർഷിക ദിനം ആഘോഷിക്കുന്നത്. ആഘോഷമായ ദിവ്യബലിയും അതുപോലെ എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും 13-ാം തീയതിയിലുള്ള ആ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ ബുധനാഴ്ച കാലത്ത് ഈ ആലയത്തിൽ 9 മണി മുതൽ 12 മണി വരെ ആലയം ശുദ്ധീകരിക്കുന്ന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ